ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമദ് നാരായണീയം ഭട്ടപാദർ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച ശ്രേഷ്ഠമായ അക്ഷരനൈവേദ്യം. ആ അക്ഷരനൈവേദ്യത്തിൻ്റെ മാധുര്യം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഇന്ന് 22ാമത്തെ ദശകത്തിൽ 8ാമത്തെ ശ്ലോകത്തെയാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. ഇന്ന് ഈ ചിങ്ങപ്പുലരിയിൽ ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷര ശബര്യ സമർപ്പിക്കുകയാണ്. ശ്ലോകം, അർത്ഥം, ഒരിക്കൽ കൂടി ശ്ലോകം, തുടർന്ന് നാരായണീയ പരിഭാഷ ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. അനേന ഭോജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷ്വപി നിഷ്കൃതികൃതാം യദഗ്രഹീൻ നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ഭോ അനേന ജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു അപി നിഷ്കൃതികൃതാം യത് ഭയാകുലഃ ഹരേ നാമ അഗ്രഹീൽ ഇതി പ്രഭോ ത്വൽപുരുഷാ
ബഭാഷിരേ. ഭോ എന്ന് പറയുന്നത് ഹേ യമകിങ്കരന്മാരെ, അനേന ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷു അപി, ഇവൻ 1000 കോടി ജന്മങ്ങളിൽ, സഹസ്രകോടിഭി 1000 കോടി ജന്മങ്ങളിൽ ചെയ്ത മഹാപാപങ്ങൾക്കും, അപി അത്രയും പാപേഷു അപി അങ്ങനെയുള്ള പാപങ്ങൾക്ക് പോലും, നിഷ്കൃതീകൃത അതിനുള്ള പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. എന്താണ് പ്രായശ്ചിത്തം? യത് ഭയാകുലഹ ഹരേ നാമ അഗ്രഹീൽ, ഭയപരവശനായി, അയം ഇവൻ, അയം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭയാകുലനായി ഹരേ എന്ന് നാമം വിളിച്ചു, ഹരിനാമകീർത്തനം ചെയ്തു. അതുകൊണ്ട് ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരി, അവിടുത്തെ ആ പാർഷദന്മാര് ഇത്തരത്തിൽ അവിടുത്തെ ദൂതന്മാര് പറഞ്ഞു. തൻ്റെ പുത്രനായ നാരായണനെ വിചാരിച്ച് ഭഗവാന്റെ നാമം ആണ് എന്ന് വിചാരിക്കുക പോലും ചെയ്യാതെ ജപിച്ച അജാമിളന്റെ മുമ്പിലേക്കാണ് ഈ വിഷ്ണുപാർഷദന്മാർ വന്നത്. അവർ വന്നതിന് കാരണം എന്താണ്, എന്തുകൊണ്ടാണ് യമഭടന്മാരെ തടഞ്ഞത്, അതൊക്കെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം ഹരിനാമകീർത്തനമല്ലാതെ നമുക്ക് മറ്റൊരു ഗതിയില്ല. പ്രത്യേകിച്ച് ഭയം കൊണ്ട് ആകുലമാകപ്പെട്ട മനസ്സോടുകൂടിയ ആളുകൾക്ക് ഭഗവാനെ വിളിച്ചു കരയുക. അങ്ങനെ ആ സന്ദർഭങ്ങളിൽ മറ്റ് വികാരങ്ങൾ മനസ്സിലേക്ക് വരില്ല. ഏകലക്ഷ്യം ഭഗവാനാവും. അത് സർവപാപനാശകമായിട്ട് തീരുകയും ചെയ്യും. എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്താൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടില്ല. അത് ലൗകികമായിട്ടുള്ളതും ആമുഷ്മികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ലൗകിക കാര്യത്തിലും അതെ. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സ് മറ്റു പലതിനും വ്യാപരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത ഉണ്ടാവില്ല, അതിന് ഫലപ്രാപ്തി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം അറിയാതെയാണെങ്കിലും ഭയത്തോടു കൂടിയിട്ടാണെങ്കിലും അദ്ദേഹം വിളിച്ചു. ആ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ, നാമജപം പാപഹരം എന്നാണ്. അത് അറിഞ്ഞോ അറിയാതെയോ വേണമെന്നില്ല, എങ്ങനെയാണെങ്കിലും പാപത്തെ ഇല്ലാതെയാക്കണു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും തീർന്നു എന്ന് വിഷ്ണു പാർഷദന്മാര് പറയുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം നമുക്ക് ശ്രീഹരിയം പാടി സമർപ്പിക്കാം. അനേന ഭോജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷ്വപി നിഷ്കൃതികൃതാം യദഗ്രഹീൻ നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ തുൽപുരുഷാ ബഭാഷിരേ. ഇനി ശ്രീഹരിയം. നാരായണ 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 പാദപുരേശ. ആയിരം കോടി ജന്മങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്കും അജാമിളനറിയാതെ പ്രായശ്ചിത്തമായി ഹരിനാമ കീർത്തനത്താൽ ശുദ്ധനായി തീർന്നു ഇവൻ ഭഗവാനെ തവ ദൂത ഇങ്ങനെ ചൊല്ലി. നാരായണ 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 ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം
നാരായണ നാരായണ നാരായണ.